കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ്, അത് വഖഫെല്ലാം നിശ്ചയിക്കാനുള്ള സംവിധാനത്തിലേക്കാണ് ഈ പ്രപ്പോസലിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഇത് നന്നാക്കാനുള്ള പ്രപ്പോസലല്ല. അതുപോലെ ഈ ഭേദഗതി നിർദ്ദേശത്തിൽ സെക്ഷൻ 107 നിലവിലുള്ള വഖഫ് ആക്ടിലെ 107 വകുപ്പ്, അതായത് ലിമിറ്റേഷൻ ആക്ടിന്റെ വ്യവസ്ഥകൾ വഖഫ് പ്രോപ്പർട്ടിയുടെ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ റിക്കവറി ഓഫ് വഖഫ് പ്രോപ്പർട്ടിക്ക് ബാധകമല്ല എന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ഞാൻ സൂചിപ്പിച്ചല്ലോ നേരത്തെ, പഴയ കാലത്തെ പഞ്ചാബ് ഹരിയാന വഖഫ് ബോർഡുകളുടെ ഒരു ഉദ്ദേശമാണ് അതിൽ മെയിൻ ഉണ്ടായിരുന്നത്. കേരളത്തിലൊന്നും ഈ ക്ലോസ് വെച്ച് സൂട്ടൊക്കെ ഡിസ്പോസ് ചെയ്ത് വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും, ഇതാരും ദുരുപയോഗം ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അത് പിൻവലിക്കുക വഴി വഖഫ് പ്രോപ്പർട്ടിക്കുള്ള പ്രൊട്ടക്ഷൻ എടുത്തുകയാണ്. ഈ ലിമിറ്റേഷൻ ബാധകമല്ല എന്ന് പറയാൻ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വഖഫ് മീൻസ് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി to the Almighty and the Almighty is the owner. അപ്പോൾ Almighty ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ, ഇറ്റ് ഈസ് ഇൻഏലിയനബിൾ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ലിമിറ്റേഷൻ. എത്ര കാലം കഴിഞ്ഞാലും പടച്ചോൻ ഇത് മാറ്റില്ല എന്നുള്ള പ്രിൻസിപ്പിളാണ് ഈ ഒരു എക്സംഷൻ നൽകിയിരിക്കുന്നത്. അത് എല്ലാ കേരളത്തിലെ ലാൻഡ് കൺസർവൻസി ആക്ടിൽ ദേവസ്വം പ്രോപ്പർട്ടിക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ പ്രപ്പോസൽ അത് എടുത്തുകയാണ്. പിന്നൊരു പ്രപ്പോസലാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കാർ പ്രോപ്പർട്ടി വഖഫ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാം. അതിൻ്റെ ഉദ്ദേശം ഡൽഹിയിൽ ഏകദേശം റഹ്മാൻ ഖാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ 123 പ്രോപ്പർട്ടികൾ ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിൽ നിന്നും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും തിരിച്ചു പിടിച്ച് വഖഫാണ് ഡിക്ലെയർ ചെയ്യിപ്പിച്ച് ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കാനും അല്ലാതെ തീരുമാനിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വ്യവസ്ഥ ഒന്നും കൂടി ഞാൻ പറയാം. ഈ 2013 ഭേദഗതി വന്നപ്പോൾ അവിടെ വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ റൂൾസ് കൊണ്ടുവന്നു. വഖഫ് പ്രോപ്പർട്ടി എങ്ങനെ ലീസിന് കൊടുക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് കമ്മിറ്റികൾ കൊടുക്കുകയാണ് 1 വർഷം, അല്ലെങ്കിൽ 30 വർഷം വരെ പോവാം. പക്ഷെ അത് ബോർഡിൻ്റെ സാങ്ഷനോടുകൂടി വേണം. അങ്ങനെ ബോർഡിൻ്റെ സാങ്ഷന് കുറേ പ്രൊസീജിയർ ഉണ്ട്, പബ്ലിക്കേഷൻ, ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലീസ് റൂൾസിൽ നമ്മുടെ ഇവിടത്തേന്നും പോലെയല്ല, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലൊക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് പലരും. എല്ലാം പഴയ കാലത്ത് 2 രൂപ 3 രൂപ ലീസ് റെൻ്റൊക്കെ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 1995 വഖഫ് ആക്ട് വന്നപ്പോഴും ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ് ഈ 3 സംസ്ഥാനങ്ങളുടെ, ചണ്ഡീഗഡ് കേന്ദ്രഭരണമാണ്, 3 സ്ഥലത്തെയും ബോർഡുകൾ ഒറ്റ ബോർഡായിരുന്നു. ബോർഡല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള കൺട്രോളായിരുന്നു. അത് ട്രൈഫർക്കേറ്റ് ചെയ്ത് 3 ബോർഡാക്കിക്കൊണ്ട് 2002 വരികയും പഞ്ചാബ് സെപ്പറേറ്റ് ബോർഡ്, ഹരിയാന സെപ്പറേറ്റ് ബോർഡ്, ചണ്ഡീഗഡ് സെപ്പറേറ്റ് ബോർഡ്. ചണ്ഡീഗഡിൽ 140 വഖഫ് പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ, ഒരു ടൗൺ മാത്രമാണല്ലോ. അപ്പോൾ ഈ പഞ്ചാബിലെയും മറ്റുമൊക്കെ ബോർഡുകൾ വഖഫ് പ്രോപ്പർട്ടീസ് അവർ ഡയറക്റ്റ് മാനേജ്മെൻ്റാണ്. നമ്മൾ ഇവിടുത്തെ പോലെ ആയിരക്കണക്കിന് കമ്മിറ്റികൾ ഉണ്ടാവില്ല, എല്ലാം ബോർഡ് നേരിട്ട് കൈകാര്യം ചെയ്യും. അവിടെ CEO ആയിട്ടും ചെയർമാനായിട്ടും സർക്കാർ എപ്പോഴും വെക്കുക പഴയ CCFമാരെയും DGPമാരെയും സിറ്റിംഗ് DGPമാരൊക്കെയാണ്. അവരതിന് തയ്യാറാണ്. അപ്പോൾ ആ വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് പ്രകാരം റിന്യൂവലിനൊരു ക്ലോസ് ഉണ്ട്. ആ റിന്യൂവലിൻ്റെ ക്ലോസ് വെച്ച് ഡൽഹിയിലെയും പഞ്ചാബിലെയും വ്യാപാരികളും കർഷകരൊക്കെ ഇങ്ങനെ ലീസിനെടുത്ത ഇല്ലീഗൽ ലീസിന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ ഇത് വെച്ച് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞൊരു ആവശ്യമാണ് ഇന്നത്തെ ഈ വഖഫ് ബില്ലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ റിന്യൂവൽ ക്ലോസ് അത് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ എക്സിസ്റ്റിംഗ് ലീഗൽ ലെസീസ് എന്ന ഒരു ഒപ്പീനിയൻ നൽകിയപ്പോഴും അതിനെ മറികടക്കാൻ മിനിസ്ട്രി ഓഫ് ലോയുടെ ഒപ്പീനിയൻ വിട്ടു. മിനിസ്ട്രി ഓഫ് ലോയും ആ ഒപ്പീനിയൻ തന്നെ ശരിവച്ചു. അങ്ങനെ അതിനുവേണ്ടി ലീസ് റൂൾസ് അമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി കൊണ്ടുവച്ചു. ആ കമ്മിറ്റിയിലാണ് ഇത്തരം സങ്കുചിത താല്പര്യമുള്ള ആളുകളെയാണ് മെമ്പർമാരായിട്ട് വെച്ചിരിക്കുന്നത്. അവർ
ഇതിൻ്റെ പേരിൽ പല സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ലീസ് റൂളിൽ പറ്റാവുന്ന ഭേദഗതികൾ വരുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഡിസംബറിൽ ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്ന് വഖഫ് ഭേദഗതി വഖഫ് ആക്ട് പിൻവലിക്കണമെന്ന് രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിന് 55ഓളം മെമ്പർമാർ ട്രഷറി ബെഞ്ചിലും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ജൂലൈ മാസം അവസാനം ക്യാബിനറ്റ് വഖഫ് ഭേദഗതി ബില്ല് വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. ഈ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥകൾ ഇങ്ങനെയൊക്കെ ചേർത്തു. അപ്പോൾ ഈ ബില്ല് ആണ് ഇപ്പോൾ നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു ബില്ലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് പ്രോപ്പർട്ടികളൊക്കെ വഖഫ് അല്ലാതാവും. അങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള അത് കോടികളുടെ വിലയുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബില്ല് വന്നത് മുതൽ ഒരുപാട് കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ഒരു ഭാഗത്ത് ഈ ബില്ലിൻ്റെ വ്യവസ്ഥകൾ ജനാധിപത്യ വിരുദ്ധമായ ബില്ലിൻ്റെ വ്യവസ്ഥകൾ നേരിടുക, മറുഭാഗത്ത് രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഓണേഴ്സ് വഖഫ് ബോർഡാണ്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന വിഷയമല്ല, അത് ഒരു നെഗറ്റീവ് പ്രചരണമാണ്. അപ്പോൾ ഓരോ ഇതിൻ്റെ വ്യവസ്ഥ നമ്മുടെ മതപരമായ കാര്യങ്ങളും ഒന്നും അറിയാത്തവർ ധരിക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യം മുഴുവൻ ഇവരിങ്ങനെ ഈ പ്രോപ്പർട്ടി മുഴുവനും ഇത് അങ്ങനെ പോവാണ്. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടേതാണല്ലോ, നാട്ടിൽ അല്പം കാശുണ്ടാക്കി വന്നതിനെ കുറിച്ചായിരിക്കുമല്ലോ സംസാരം. അപ്പം അതുപോലെ നമ്മളിങ്ങനെ വഖഫ് പ്രോപ്പർട്ടി രാജ്യത്തെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫാവും. ഇതെങ്ങനെ വഖഫാവണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ വഖഫായി ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് സ്വന്തം പ്രോപ്പർട്ടിയാണ് വഖഫ്. പക്ഷെ വഖഫ് ബോർഡിന് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിലെ വഖഫ് ബോർഡിന് 3 പ്രോപ്പർട്ടിയുള്ളൂ. ബ്രോഡ്വേയിലെ 9.5 സെൻറ്റ്, കലൂരിലെ 9 രൂപ 10 സെൻറ്റ്, കോഴിക്കോട് ഒരു 26 സെൻറ്റ്. ഇത് വഖഫ് ബോർഡ് എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടിയാണ്. മറ്റേതൊക്കെ അതാത് വഖഫുകളുടെ പ്രോപ്പർട്ടിയാണ്. അതിൽ മാനേജർമാരുണ്ട്, കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അവരും ഉടമസ്ഥരല്ല. വഖഫ് ബോർഡിൻ്റെ ഡ്യൂട്ടി അതിനെ ഓവർസീ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഓണർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എല്ലാ പ്രോപ്പർട്ടിയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുകയാണ്. എല്ലാ വില്ലേജ് ഓഫീസുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉടമസ്ഥയിലാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൽ വരുന്ന ഒരർത്ഥം. 2, ഇതിലൊക്കെ വരുന്ന കമൻസിൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മുഴുവൻ പ്രോപ്പർട്ടിയായിട്ട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. ഇതാണ് പ്രചരണം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും നമ്മൾ കേരളത്തിലെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, അവയർനെസ് കൂടിപ്പോയതിൻ്റെ ദോഷമേ ഉള്ളൂ. മറ്റു പല സ്ഥലത്തും ചെറിയ വിവരം വെച്ച് കേസ് ഫയൽ ചെയ്തെന്ന് വരും. അതുകൊണ്ട് എല്ലാവരും രാജ്യത്തൊരു ജുഡീഷ്യൽ സംവിധാനമുണ്ട്, ഭരണഘടനാപരമായ സംവിധാനമുണ്ട്. അതനുസരിച്ച് കേസിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലെന്നൊക്കെ കോടതി തീരുമാനിക്കും. നമ്മൾ എന്തിനു വേണം, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പത്രങ്ങൾ കണ്ടു, 2 സീനിയർ ജില്ലാ ജഡ്ജിമാരെ സുപ്രീം കോടതി ശകാരിച്ചു. അവരെ പ്രൊമോഷൻ കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞു പോയതിനാണ്. അപ്പോൾ ഇത്രയും വിവരമില്ല എന്നുള്ള രീതിയിലാണ് ശകാരിച്ചത്. അപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ബോർഡുകൾ ഇങ്ങനെ വല്ല നോട്ടീസ് നൽകിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അതിനെ പാർവതീകരിക്കരുത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബോംബെയിലെ ഇന്ന് മീഡിയ മുഴുവൻ പറയുന്ന അംബാനിയുടെ പ്രോപ്പർട്ടി, 27 നിലയുള്ള വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കെട്ടിടം, അതിൻ്റെ ചരിത്രം അറിഞ്ഞാൽ നമുക്കൊന്നും അത് വഖഫാണെന്ന് പറയാൻ പറ്റില്ല. ആ കെട്ടിടം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 1954 വഖഫ് ആക്ട് നിലവിൽ വന്നപ്പോഴേ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് വഖഫ് ആക്ട് കമൻസ്മെന്റ് ഉത്തരവ് ഇറങ്ങിയില്ല. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. കാരണം അവിടെ റീഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. അപ്പോൾ അന്ന് അവിടെ മഹാരാഷ്ട്രയിൽ ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ആക്ടാണ്. സെൻട്രൽ ആക്ട് ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ട് നിലനിൽക്കും.
ആ സ്റ്റേറ്റ് ആക്ട് പ്രകാരം വളരെ കൃത്യമായിട്ട് അതിൻ്റെ സെക്ഷൻ 3-ൽ ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 3-ൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് വാട്ട് ഈസ് വഖഫ്, വാട്ട് ഈസ് മാത്ത്. നമ്മൾ ഇന്നത്തെ വഖഫ് ആക്ടിൽ കാണുന്ന അതേ ഡെഫിനിഷൻ തന്നെയാണ് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട്. അപ്പോൾ അതിനൊരു ചാരിറ്റി കമ്മീഷണറുണ്ട്, സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. 54-ലെ വഖഫ് നിയമത്തിലും 95-ലെ വഖഫ് നിയമത്തിലും 2013 വരെ ഉണ്ടായിരുന്ന പോലെ ഒരു വ്യവസ്ഥ ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ടിലുണ്ടായിരുന്നു. ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഡീൽസ് വിത്ത് ഹിന്ദു പ്രോപ്പർട്ടീസ്, മുസ്ലിം പ്രോപ്പർട്ടീസ് ആൻഡ് ജെയിൻ പ്രോപ്പർട്ടീസ്, ഷെഡ്യൂൾ 1, 2, 3. അപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ അത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ വിൽക്കാൻ അനുമതി നൽകാൻ ചാരിറ്റി കമ്മീഷണർക്ക് അധികാരമുണ്ട്. അങ്ങനെ ഒരു ഓർഫനേജിന്റെ പ്രോപ്പർട്ടി ചാരിറ്റി കമ്മീഷന്റെ അപേക്ഷ കൊടുത്ത് വിൽപ്പന നടത്തി, ഓപ്ഷൻ നടത്തി, അതിന്റെ ഫണ്ട് ചാരിറ്റി കമ്മീഷൻ ഡിപ്പോസിറ്റ് ചെയ്തു. ആ ഓപ്ഷൻ പർച്ചേസർ അടുത്ത് നിന്നാണ് അംബാനി പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1995-ലെ വഖഫ് ആക്ട് വരുന്നവരെ മഹാരാഷ്ട്രയിൽ 54-ലെ വഖഫ് ആക്ട് നടപ്പിലാക്കിയില്ല. 95-ലെ വഖഫ് ആക്ട് നടപ്പിലാക്കുന്നത് 2001-ലാണ്. 2001-ൽ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിച്ച ഉടനെ അവിടെ വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ പെറ്റീഷൻ പരിധി പ്രോപ്പർട്ടി വഖഫാണ്. അത് വഖഫാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഈ കേസിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർനെയിമുള്ള ആള് കൊണ്ടുപോയിട്ട് ഒരു IA ഫയൽ ടു ഇംപ്ലീഡ് ദ സെൻട്രൽ വഖഫ് കൗൺസിൽ. ഞാൻ ഇരിക്കുമ്പോഴാണ് അവിടെയാണ് ഇഷ്യൂ. ഞാൻ നോക്കിയപ്പോൾ ഒന്നാമത് ഒരു മെമ്പർക്ക് അങ്ങനെ ഇംപ്ലീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നോട്ടീസ് വന്ന് CWCയിലേക്കാണ്. അപ്പോൾ അത് മിനിസ്റ്റർ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ മിനിസ്റ്റർ അയാളെ അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഇംപ്ലീഡ് ചെയ്തതിന് പല ഉദ്ദേശങ്ങൾ കാണാം. കാരണം ഒരു ഭാഗത്തെ കണ്ടസ്റ്റിംഗ് പാർട്ടി വലിയ പാർട്ടിയാണ്. അപ്പോൾ CWCയുടെ പേരിൽ ഒരു മെമ്പർ നോമിനേറ്റഡ് മെമ്പർ ഇംപ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ വഖഫ് ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം കൈകാര്യം ചെയ്യപ്പെട്ട ഒരു വസ്തുവിൽ നമുക്ക് ക്ലെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. നിയമപരമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ അഭിഭാഷകർക്കും അതേ അഭിപ്രായമായിരിക്കും, സാധാരണ അഭിഭാഷകരല്ലാത്തവർക്കും അത് അഭിപ്രായമായിരിക്കും. ഒരു നിയമപ്രകാരം അത് നടന്നുപോയി. അപ്പം അങ്ങനെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒഴിപ്പിക്കാൻ നടന്നു. ഇപ്പം തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരു ചർച്ച ഒഴിപ്പിക്കാൻ നടന്നു. കേരളീയ സമൂഹം ഒരു സെക്യുലറിസത്തിന്റെ ഭാഗമായുള്ള സമൂഹമാണ്. പല പള്ളികളും പല ചർച്ചുകൾക്കും അമ്പലങ്ങൾക്കും വഴിക്ക് വേണ്ടിയും റോഡിന് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. നിയമം നിരോധിച്ചിട്ട് പോലും അതിന് ചില കുറുക്കു വഴികളിലൂടെ പത്തനംതിട്ടയിലെ ഒരു ചർച്ചിന് പത്തനംതിട്ട ജില്ല ജമാഅത്ത് ഒരു അരസിൻ്റെ ഒരു വഴിയുടെ പ്രശ്നമാണ് നൽകിയിട്ടുണ്ട്. അത് ലീസായിട്ട് നൽകി. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രചരണം നടക്കുന്നത് ചെറായി ബീച്ചിൽ ഒഴിപ്പിക്കൽ നടക്കുന്നു. നിയമപരമായ ഒരു വ്യവസ്ഥയാണ്. 1948-ൽ സിദ്ദീഖ് സേട്ട് എന്നൊരാൾ പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് 400 ഏക്കർ ഫറൂഖ് കോളേജിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. 2007-ൽ അന്നത്തെ സർക്കാർ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച ടേംസ് ഓഫ് റെഫറൻസിൽ പ്രകാരം അന്നത്തെ നിസാർ കമ്മീഷൻ സമർപ്പിച്ച 16ാമത്തെ റിപ്പോർട്ടാണ് ചെറായി ബീച്ച് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്. ആ പ്രോപ്പർട്ടി വഖഫാണെന്നും അത് ഇതുവരെ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും 48-ൽ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തുന്ന 2007-ലാണ്. നടപടി എടുക്കണം. അത് ക്യാബിനറ്റിൽ വെച്ചു. അന്നത്തെ സർക്കാർ അത് ക്യാബിനറ്റിൽ അപ്രൂവ് ചെയ്തു, ശുപാർശ അപ്രൂവ് ചെയ്ത് നടപടി സ്വീകരിക്കാൻ ബോർഡിനോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതൊരു ലീഗൽ വിഷയം എന്നുള്ളതുകൊണ്ട് നോട്ടീസ് ചിലർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ചർച്ചകൾക്കൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോഴും ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റികൾ മാറി വന്നു. ഫറൂഖ് കോളേജാണ് വിറ്റത്. പക്ഷേ നിയമപരമായിട്ട് ഈ പ്രോപ്പർട്ടീസ് വിൽക്കാൻ ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റിക്ക് അൺലെസ് ദ സാങ്ഷൻ ഓഫ് ദ ബോർഡ് ഈസ് ഒബ്റ്റെയിൻഡ്. അത് 2013 വരെ അങ്ങനെയായിരുന്നു.
ബോർഡിൻ്റെ സാങ്ഷനോടുകൂടി വിൽക്കാമായിരുന്നു. പക്ഷെ സാങ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വോയിഡാണ്, അസാധുവാണ്, ചാപ്പിള്ളയാണെന്ന് നിയമത്തിൽ പറയുന്നു. ആ വ്യവസ്ഥ അനുസരിച്ചുള്ള നോട്ടീസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ അതിനെ പർവ്വതീകരിക്കില്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മളെ നേരിടുന്ന വിഷയങ്ങൾ. അതുപോലെ ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്താണെന്നും ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്താണെന്നും പറഞ്ഞു. അതുപോലെ ബില്ലിലെ മറ്റു വ്യവസ്ഥകളെന്ന് പറയുന്നത് ഡെഫിനിഷനിൽ തന്നെ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പറഞ്ഞിരിക്കുന്നത് ഒരു 5 വർഷ പ്രാക്ടീസുള്ള ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് പ്രോപ്പർട്ടീനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ആയിരിക്കും ആരെങ്കിലും അവരുടെ ഒരു മതം മാറ്റമോ മറ്റോ നടത്തിയ സമയത്ത് വല്ല പ്രോപ്പർട്ടിയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 5 വർഷം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ചിലവർ അവസാനം ഡെത്ത് ബെഡിൽ ഇരിക്കുമ്പോഴായിരിക്കും പിന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ഇങ്ങനെ പല ഇതുണ്ടാവും. അത് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെ ബാർ കൗൺസിലിൻ്റെ ഒരു പ്രാക്ടീസ് ഇൻസിസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് ശരിയല്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള അതിലൊരു സെക്യുലർ പ്രൊവിഷനുണ്ട്. 2013 വരെ എ നോൺ മുസ്ലിം ക്യാൻ സപ്ലിമെൻ്റ് എ വഖഫ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു നോൺ മുസ്ലിമിന് ഒരു പള്ളിയുടെ ഒരു പോർഷനൊക്കെ കെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസറ്റ് ക്രിയേഷൻ നടത്താം. ദർ ഇസ് നോ ബാർ. 13 ശേഷം ഒരു നോൺ മുസ്ലിമിന് ഒരു വഖഫ് തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംവിധാനമുള്ളത് മാറ്റിമറിച്ചുകൊണ്ട് ഇനി 5 വർഷം പ്രാക്ടീസുള്ള, ഈ പ്രാക്ടീസിനുള്ള മാനദണ്ഡം എന്ത് എന്നുള്ളതൊക്കെ പിന്നീട് റൂള് മുഖേന നിശ്ചയിക്കുക എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് ഈ പോർട്ടൽ എന്ന് പറയുന്നത്, പോർട്ടലൊക്കെ നേരത്തെ ഉള്ളതാണ്. 2007 മുതൽ പോർട്ടലിനുള്ള ജോലികൾ ആരംഭിച്ചിരുന്നു. ഒരുപാട് പിന്നെ സർക്കാർ അതിന് നേതൃത്വം നൽകിയിട്ട് വാംസി എന്ന പോർട്ടൽ ഇപ്പോൾ നിലവിലുണ്ട്. ആ പോർട്ടലിൽ ഏകദേശം 6,70,37,000 പ്രോപ്പർട്ടീസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു ഡാറ്റ കളക്ഷൻ മാത്രമാണ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന്. പിന്നെ പുതിയ ബില്ലിൽ വഖഫ് ട്രൈബ്യൂണൽ നിലവിലുള്ള ഘടന, നിലവിൽ 2013 വരെ ഒരു ജില്ലാ ജഡ്ജി മാത്രമായിരുന്നു ട്രൈബ്യൂണൽ. 13 ശേഷം അതിൽ 2 അംഗങ്ങൾ കൂടി ഉണ്ടാവും. ആ അംഗം ഒരു നോമിനേറ്റഡ് പബ്ലിക് മെൻ പ്ലസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. പുതിയതിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള, യഥാർത്ഥത്തിൽ അഭിഭാഷകരായി നിന്ന ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവുക അതൊരു ജില്ലാ ജഡ്ജി മാത്രം മതി എന്നാണ്. കാരണം ജുഡീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരാളെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് വെച്ചിരിക്കുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മറ്റ് സർവേ കമ്മീഷൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കാര്യങ്ങളൊക്കെ അപ്പീലിലൊക്കെ കേൾക്കേണ്ടത്. പിന്നെ കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സിഇഒയുടെ അപ്പോയിൻമെൻറ്റ് സൂചിപ്പിച്ചു. അത് മുസ്ലിം ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഈ സർവേ കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബോർഡിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസ്മിഷനാണ്. കിട്ടിയ ആപ്ലിക്കേഷൻ അങ്ങോട്ട് അതാത് ജില്ലാ ഡെസിഗ്നേറ്റഡ് കളക്ടർക്ക് കൊടുക്കുകയാണ്. പിന്നെയുള്ളത് സെക്ഷൻ 40 എന്ന് പറയുന്ന നിലവുള്ള സാധനം നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 40 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി വഖഫാണോ എന്ന് നിശ്ചയിക്കാനുള്ള ബോർഡിൻ്റെ പവറാണ്. എൻ്റെ അനുഭവത്തിൽ ഇല്ലീഗലായിട്ട് ബോർഡ് ഒരിക്കലും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതിൽ ഒന്നും കൂടി പരിശോധിച്ച് നോക്കിയാൽ ആ സെക്ഷൻ 40 വീക്ഷിക്കുന്നത് അങ്ങനെ നിശ്ചയിക്കുമ്പോഴേ ജില്ലാ രജിസ്ട്രാർക്കും മറ്റുമൊക്കെ നോട്ടീസ് അയക്കണം എന്നാണ്. എന്നിട്ട് പറയുന്നു ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ പ്രോപ്പർട്ടി വഖഫാണെന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. അത് വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇവർക്ക് നോട്ടീസ് അയക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സൊസൈറ്റി വഖഫായിരിക്കില്ല. വഖഫാവണമെങ്കിൽ ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി ഉണ്ടാവണം. അപ്പോൾ സൊസൈറ്റി വഖഫല്ല, പക്ഷെ ആ സൊസൈറ്റി പിന്നീട് ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മഞ്ചേരിയിൽ യൂണിറ്റി കോളേജ് അവരുടെ പ്രോപ്പർട്ടിയിൽ ഒരു പള്ളി ഉണ്ടാക്കും. ആ പള്ളി കാലക്രമേണ വഖഫ് ബൈ യൂസർ എല്ലാം കൂടി വന്നപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാം. ദാറ്റ് പാർട്ട് വിൽ ബി രജിസ്റ്റേർഡ് ആസ് എ വഖഫ് പ്രോപ്പർട്ടി. അതിനുള്ള വകുപ്പാണ് 40.
പക്ഷെ അത് എടുത്തു കളയാൻ മാത്രമല്ല, എന്നിട്ട് അതിനുള്ള പ്രചരണം എന്താ വെച്ചാൽ സെക്ഷൻ 40 എന്ന് പറയുന്ന ഏത് പ്രോപ്പർട്ടി, രാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയും വഖഫാണോ അല്ലേ നിശ്ചയിക്കാനുള്ള അധികാരമാണ് നിലവിലുള്ളത്. ഇതാർക്കും ഇല്ലാത്ത അധികാരമാണ്. ഈ ഒരു വളരെ ലിമിറ്റഡ് അധികാരമായി അതിലുള്ളൂ. ഇത് വെച്ച് ഇപ്പോൾ ഷീമാട്ടിയിലുള്ള പ്രയർ റൂമോ അല്ലെങ്കിൽ വേറെ കല്യാണത്തിൽ പ്രയർ റൂമെല്ലാം ബൈ യൂസറാന്ന് വഖഫാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റൂല. അതിന് ചില വഖഫിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ട്. അതുപോലെ ഓഡിറ്റ് ഓഫ് വഖഫ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഉണ്ടാക്കുന്ന ഒരു പാനലിൽപ്പെട്ട ആളുകളാണ് വഖഫുകൾ ഓഡിറ്റ് ചെയ്യുന്നത്. അത് ഇനി സെൻട്രൽ ഗവൺമെൻറ്റിനും കൂടി അതിലൊരു സ്പിയർ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങനെ വന്നാൽ തന്നെ അതൊക്കെ വളരെ റെയർ കേസിൽ അങ്ങനെ ഒരു ഓഡിറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വരില്ല. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ എൻ്റെ കരിയറിനിടയിൽ ആകെ 3-4 ഒന്ന് മൂന്നാക്കലാണ് പിന്നെ വഖഫുകളെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഓഡിറ്റ് ചെയ്തു. അതിൽ തന്നെ റീസെൻ്റായിട്ട് അടുത്ത കാലത്ത് ഒരെണ്ണം കണ്ണൂർ അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടു. റീസെൻ്റായിട്ട് കഴിഞ്ഞ മാസം അത് ഹൈക്കോടതി വിധി വന്നു. അങ്ങനെ കയറി കളിക്കാൻ സർക്കാരിന് പറ്റില്ല, അതിന് ചില മാനദണ്ഡമുണ്ട്, അത് അബ്സേർഡാണ് ആ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂർ ഒരു KP താഹിർ എന്ന ഒരാൾ പെറ്റീഷനായിട്ടുള്ള ഒരു ഇഷ്യൂ, അത് നമ്മളൊക്കെ ചാനലിലൊക്കെ കണ്ടതായിരിക്കും. ഒരു പള്ളി പ്രസിഡന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്തൊക്കെ ഒരു കേസാണ്. എനിക്ക് ആ സ്ഥലം ഓർമ്മയില്ല, മറ്റേ എയർപോർട്ടിനടുത്ത് എവിടെയാണ്. അപ്പം അതിൽ വലിയ ഒരു ഇതില്ല. പിന്നെ പിന്നീട് അങ്ങ് വന്നിരിക്കുന്ന റിക്കവറി ഓഫ് വഖഫ് പ്രോപ്പർട്ടി, അവിടെയൊക്കെ കുറേ അധികാരങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് പുതിയത് ചേർത്തിരിക്കുകയാണ്. ഈ വഖഫ് പ്രോപ്പർട്ടി റിക്കവറി എന്ന് പറയുന്നത് 51 52 വകുപ്പാണ്. 51 52 വകുപ്പിൽ ഒരു പ്രോപ്പർട്ടി ഇല്ലീഗലായി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡിനത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവിടാം. ആ ഉത്തരവ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ജില്ലാ കലക്ടറാണ് നിലവിൽ. അപ്പോൾ അത് അത്തരം എത്ര കേസുകൾ തിരിച്ചു പിടിച്ചിട്ടും കേരളത്തിൻ്റെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ ഇന്നുവരെ തിരിച്ചു പിടിച്ച് 1, 2, 3 ഉണ്ടാവുള്ളൂ. ടെക്നിക്കലി പലതും അങ്ങനെ വരും. പണ്ട് കാലത്ത് ചില സ്കൂളുകളൊക്കെ 1 രൂപയ്ക്ക് സ്കൂളിന് വേണ്ടി, സർക്കാർ സ്കൂളിന് വേണ്ടി പ്രോപ്പർട്ടി പള്ളി കമ്മിറ്റി എഴുതി കൊടുക്കും. കൊടുങ്ങല്ലൂർ, ആലവനങ്ങാടിൽ, ചങ്ങനാശ്ശേരി പഴയ പള്ളി, ഇതൊക്കെ ഞാൻ അങ്ങനെ ഡോക്യുമെൻ്റ് കണ്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ലീഗലി അത് ആ എഴുതി കൊടുത്തത് വിത്തൗട്ട് സാങ്ഷൻ ഓഫ് ദ ബോർഡ്, അതുകൊണ്ട് അത് വോയിഡ് ഡോക്യുമെൻ്റാണ് എന്ന് പറയാം. അപ്പം അങ്ങനെ എന്നാൽ പോലും തിരിച്ചു പിടിച്ച് കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യുന്ന പവറുമല്ല. പക്ഷെ അതൊക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെയുള്ളത് അതുപോലെ അടുത്തത് ബോർഡിൻ്റെ ഫൈനാൻഷ്യൽ പവറിലൊന്നും ഇടപെട്ടിട്ടില്ല. ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലാണ് നേരത്തെ പറഞ്ഞ ട്രൈബ്യൂണലിൻ്റെ അധികാരങ്ങൾ ഘടനയൊക്കെ മാറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പിന്നെ ഈ 1894 അത് ലാൻഡ് അക്വിസിഷൻ ആക്ട്, അത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഒരുപാട് സെക്ഷനുകൾ 104 2013 കൊണ്ടുവന്ന ഭേദഗതികൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ 104 ദ ആപ്ലിക്കേഷൻ ഓഫ് ആക്ട് ടു പ്രോപ്പർട്ടീസ് ഗിവൺ ഓൺ ഡൊണേഷൻ ബൈ പേഴ്സൺ നോട്ട് പ്രൊഫസിങ് ഇസ്ലാം ഫോർ സപ്പോർട്ട് ഓഫ് സർട്ടിൻ വഖഫ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതങ്ങ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ പിന്നെ റെസ്റ്റോറേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഏജൻസീസ് ടു വഖഫ് ബോർഡ് എന്ന് പറയുന്ന ക്ലോസ് 2013 വളരെ നന്നായി കൊണ്ടുവന്നിരുന്നു. വളരെ ഒരു ബാലൻസ്ഡ് സെക്ഷനായിരുന്നു. സർക്കാരിന് കയ്യിലുള്ള പ്രോപ്പർട്ടിക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അതിന് പകരമായിട്ട് വേറെ ലാൻഡോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷനും കൊടുക്കണം, അല്ലെങ്കിൽ റെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. തൃശ്ശൂർ മാളയിലൊരു പ്രോപ്പർട്ടിക്ക് നമ്മൾ അങ്ങനെ ഒരു ക്ലോസ് ട്രൈബ്യൂണൽ വഴി, ആ ട്രൈബ്യൂണലാണ് റെൻറ്റ് ഫിക്സ് ചെയ്യേണ്ടത്, കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ കയ്യിലുള്ള ചെറിയൊരു എക്സ്റ്റെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി. പക്ഷെ അവിടെ ഒരു പബ്ലിക് ആവശ്യം ഉണ്ടായിരുന്നു. ആ പബ്ലിക് ആവശ്യം ഉണ്ടാവാൻ വേണ്ടി അത് റെൻറ്റ് ഫിക്സ് ചെയ്തു. അതങ്ങ് എടുത്തു കളിയാണ് പുതിയ പ്രപ്പോസലിൽ, അത് എടുത്തു കളിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ 107 അത് 1963 ആക്ട് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ ലിമിറ്റേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ സ്പെഷ്യൽ പ്രൊവിഷൻ ആസ് ടു ഇവാക്യൂ വഖഫ് പ്രോപ്പർട്ടീസ്, ഇവാക്യൂ പ്രോപ്പർട്ടി ആക്ട് പ്രകാരമുള്ള ആ സ്പെഷ്യൽ പ്രൊവിഷൻ മുഴുവൻ ഡിലീറ്റ് ചെയ്യാനാണ് പുതിയ പ്രപ്പോസൽ. പിന്നെ അടുത്തത് റൂൾ മേക്കിംഗ് പവർ നിലവിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, എക്സെപ്റ്റ്
വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ്. പക്ഷെ പുതിയതിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പല മേഖലയിലും റൂൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് വളരെ അപകടകരമായൊരു നിർദ്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം ഓഗസ്റ്റ് 13 വരെയാണ് ഇതിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അവസാന ദിവസം, നിർദ്ദേശങ്ങൾ നൽകേണ്ട ദിവസം. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നമ്മൾ കാണുമ്പോഴേ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല 95 മുതൽ 2013 വരെ ഉണ്ടായിരുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ 98% ആളുകളും വഖഫുമായി ബന്ധമുള്ള MP-മാരായിരുന്നു. ഇപ്പോഴതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇഷ്യൂ എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മൾ പലതിനും കൂട്ടി വായിക്കേണ്ടി വരുന്നു. ആ കൂട്ടി വായന എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെ തകർത്ത് കളഞ്ഞു. 1988 അബ്ദുൽ കലാം ആസാദിൻ്റെ സെന്റിനറി ബർത്ത്ഡേ പ്രമാണിച്ച് അന്ന് കേന്ദ്ര വഖഫ് കൗൺസിൽ രൂപീകരിച്ച ഒരു ട്രസ്റ്റായിരുന്നു മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അതിലേക്ക് കുറേ കാശ് ഇയർമാർക്ക് ചെയ്ത് അവസാനം അത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റിയുടെ കീഴിൽ വലിയൊരു സ്ഥാപനമായി വളർന്നു. അതിൻ്റെ CEO എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി റാങ്കുള്ള ഒരാളുകളെയാണ് ഇതുവരെ വെച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരുപാട് സ്കോളർഷിപ്പുകളും വിദേശ പഠന സ്കോളർഷിപ്പുകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്താണ് കുറവ്. കാരണം ഞാൻ അതിൻ്റെ കമ്മിറ്റിയിൽ, ഞാൻ ഡൽഹിയിൽ ഇരുന്നപ്പോൾ അതിൻ്റെ സാങ്ഷൻ കമ്മിറ്റിയിൽ ഞാനും റിസ്വി എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റും മിനിസ്റ്ററുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞങ്ങൾ രാപ്പകലിരുന്ന് ഫയൽ നോക്കി. ഒരുപാട് കോടികൾ ആസ്തിയുള്ള, കോടികളുടെ പ്രോപ്പർട്ടിയുള്ള ആ ഫൗണ്ടേഷൻ, അത് നഖ്വിയുടെ മുക്താർ അബ്ബാസ് നഖ്വി എൻ്റെ ചെയർമാനായിരുന്ന, എക്സ് ഒഫീഷ്യോ ചെയർമാനായിരുന്ന നഖ്വിയുടെ കാലഘട്ടത്തിൽ വളരെ നന്നായി നടന്നിരുന്നു എന്ന് എനിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. നല്ല എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാകാം ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ അങ്ങനൊരു മുസ്ലിം നാമധാരി ഇല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് കേന്ദ്ര വഖഫ് കൗൺസിൽ അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ചിലവരൊക്കെ ഞാൻ മെമ്പറാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. വേറെ കാര്യം, അത് ഞാൻ അതിൻ്റെ അപകടം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ഇതിൻ്റെ ഏകദേശം 1683 കോടി രൂപ മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ അത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഈ സാധനങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ 40ഓളം സ്റ്റാഫിനെ സെൻട്രൽ വഖഫിൻ്റെ തലയിൽ വെച്ചിരിക്കുക. അവരുടെ